അലർജിക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുന്നേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അലർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു അലർജൻസ് വരുമ്പോൾ നമ്മുടെ ശരീരം ഓവറായിട്ട് അതിനെതിരെ റിയാക്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള അലർജിയുള്ള ആളുകൾ അലർജിക്ക് ട്രീറ്റ്മെന്റ് പോകുന്നതിന് മുന്നേ, ഏത് ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, അതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. എന്താണോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ലക്ഷണം അത് നിങ്ങൾ വ്യക്തമായിട്ട് ഡോക്ടറെ അറിയിക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് തുമ്മലാണോ, അല്ലെങ്കിൽ മൂക്കൊലിപ്പാണോ, ശ്വാസം മുട്ടലാണോ, ചർമ്മരോഗങ്ങളാണോ എന്നത് വ്യക്തമായിട്ട് ഡോക്ടറെ അറിയിക്കേണ്ടതാണ്. അടുത്തതായിട്ട് അലർജി ഉണ്ടാക്കുന്ന കാരണങ്ങൾ, ഉദാഹരണമായിട്ട് ഇപ്പോൾ പൊടി അടിച്ചാലോ, അല്ലെങ്കിൽ സ്പ്രേയുടെ സ്മെൽ അടിക്കുമ്പോഴോ, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചോ, അങ്ങനെ എന്താണോ നിങ്ങളുടെ എക്സാക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുകയും അത് ഡോക്ടറെ അടുത്ത് കൃത്യമായി അറിയിക്കുകയും വേണം. പിന്നെ ചില അലർജികൾ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അലർജികളുണ്ട്, അതുപോലെ തന്നെ സീസണൽ ആയിട്ടുള്ള അലർജികളുമുണ്ട്. നിങ്ങളുടെ അലർജി ഏത് ഗണത്തിൽ പെടും എന്നുള്ളതും ഡോക്ടറെ വ്യക്തമായിട്ട് അറിയിക്കേണ്ടതാണ്. നിലവിൽ നിങ്ങൾക്ക് അലർജി അല്ലാതെ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് അലർജിയുള്ള ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ എന്തായാലും ഡോക്ടറെ അറിയിക്കേണ്ടതാണ്. കാരണം ആ ഒരു ഫാമിലി ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ട് ഡോക്ടർക്ക് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും മരുന്ന് അലർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിനെ കുറിച്ചും അതിന്റെ പ്രോപ്പർ ഡോസേജിനെ കുറിച്ചും ഡോക്ടറെ വ്യക്തമായിട്ട് അറിയിക്കണം. അലർജിയുടെ ടെസ്റ്റുകളൊക്കെ പ്രോപ്പറായി ചെയ്യുകയും അത് ഡോക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ അലർജിയുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് കറന്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു 3-4 ദിവസത്തിന് അത് നിർത്തിയതിനു ശേഷം പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ അറിയാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പ്രോപ്പറായിട്ട് ഒരു അലർജി ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ആ ഡോക്ടർക്ക് നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കാൻ സാധിക്കുന്നതാണ്.